നഗരത്തിലെ തിരക്കേറിയ ഒരു തെരുവോരത്ത് രാഘവൻ എന്ന യാചകനിരുന്നു. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളും ദയനീയമായ മുഖവുമായി അവൻ ആളുകളുടെ കാരുണ്യത്തിനായി കൈനീട്ടി. പലരും അവനെ കണ്ടതായി പോലും ഭാവിക്കാതെ കടന്നുപോയി. ചിലർ ദേഷ്യത്തോടെ നോക്കി, അപൂർവം ചിലർ നാണയങ്ങൾ എറിഞ്ഞുകൊടുത്തു. ഒരു ദിവസം നല്ല വസ്ത്രം ധരിച്ച ഒരു മധ്യവയസ്കൻ രാഘവൻ്റെ മുന്നിൽ വന്നു നിന്നു. രാഘവൻ പതിയെ കൈനീട്ടി. എന്നാൽ ആ മനുഷ്യൻ തൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പണം എടുത്ത് രാഘവൻ്റെ കയ്യിൽ വെച്ചു. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാകും, ഇതുകൊണ്ട് വല്ലതും വാങ്ങി ഭക്ഷിക്കൂ, അയാൾ പറഞ്ഞു. രാഘവൻ നന്ദിയോടെ ആ പണം വാങ്ങി. അയാൾ അവിടെ നിന്ന് പോവാനൊരുങ്ങിയപ്പോൾ രാഘവൻ വിളിച്ചു, സാർ, എനിക്ക് എന്നും ഇങ്ങനെ യാചിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ല, എന്തെങ്കിലും ഒരു ജോലി. ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കി. രാഘവൻ്റെ കണ്ണുകളിലെ യാചന അയാൾ ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയുമോ, അയാൾ ചോദിച്ചു. കുറേയൊക്കെ അറിയാം സാർ, രാഘവൻ മറുപടി പറഞ്ഞു. അന്ന് ആ മനുഷ്യൻ രാഘവനെ തൻ്റെ കൂടെ കൊണ്ടുപോയി. അയാൾ രാഘവന് താമസിക്കാൻ ഒരു ചെറിയ മുറി നൽകി. അടുത്തുള്ള ഒരു കടയിൽ ചെറിയൊരു ജോലിയും ശരിയാക്കി കൊടുത്തു. രാഘവൻ ഉത്സാഹത്തോടെ ജോലി ചെയ്തു. രാത്രികളിൽ അയാൾ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. വർഷങ്ങൾ കടന്നുപോയി. രാഘവൻ്റെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും അവനെ ഉയരങ്ങളിലെത്തിച്ചു. ചെറിയ കടയിലെ ജോലിക്കാരനിൽ നിന്ന് അവൻ ഒരു വലിയ പ്രസ്ഥാനത്തിലെ പ്രധാന ജീവനക്കാരനായി മാറി. ഇന്ന് രാഘവന് സ്വന്തമായി വീടും ജോലിയുമുണ്ട്. ഒരു ദിവസം രാഘവൻ പഴയ ബസ് സ്റ്റാൻഡിലൂടെ നടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ സഹായിച്ച ആ മനുഷ്യനെ കണ്ടു. രാഘവൻ ഓടിച്ചെന്ന് അയാളുടെ കൈകളിൽ പിടിച്ചു. സാർ, എന്നെ ഓർമ്മയുണ്ടോ? അന്ന് നിങ്ങൾ തന്ന ചെറിയ സഹായമാണ് എൻ്റെ ജീവിതം മാറ്റിയത്. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷവാനാണ്, രാഘവൻ പറഞ്ഞു. ആ മനുഷ്യൻ പുഞ്ചിരിച്ചു. നിങ്ങളുടെ കഠിനാധ്വാനമാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. എങ്കിലും ഒരു നല്ല തുടക്കം നൽകാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. ഒരു ചെറിയ സഹായം പോലും ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ആത്മാർത്ഥമായ പരിശ്രമവും പഠിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ദാരിദ്ര്യത്തെയും പ്രതിസന്ധികളെയും മറികടന്ന് വിജയം നേടാനാവും.